Dear students, today we will be discussing about probability theory. I have explained the concept in detail based on NCERT Plus 2 Mathematics textbook. The problems are done in shortcut method. You should know the concept of permutation combination to understand the probability well. I have already explained the concept of permutation and combination in 4 videos. This video will be useful for students preparing for various competitive examinations like KAS, Bank PO, KEAM, JE, etc. You should note that probability questions for any competitive examinations are based on NCERT Plus 2 syllabus. In this video, we will discuss all the repeated questions from probability that was asked for engineering gate for various branches from 2002 to 2020. Beneath each question, I have mentioned the year in which it was asked. You should be thorough with the plus 2 probability portions so that you can do well in competitive exams. So watch this kind of videos a minimum of 5 times and make your concept clear. I have also discussed linear algebra in 10 videos, which includes the repeated engineering gate questions. Yes, probability shortcut for competitive examination part 1. Introduction to probability. First, basic concept. Then basic definition. Random experiment. An experiment whose all possible outcomes are known in advance, but the outcome of any specific performance cannot predicted before the completion of the experiment. എന്ന് പറഞ്ഞാൽ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പെരിമെന്റിന് വരാൻ സാധ്യതയുള്ള റിസൾട്ടുകളെല്ലാം നമുക്ക് അറിയാം, നേരത്തെ അറിയാം. പക്ഷേ ഏത് സ്പെസിഫിക് റിസൾട്ട് വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെയാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡും ടെയിലുമാണ് റിസൾട്ട് വരാൻ സാധ്യതയുള്ള റിസൾട്ട്. പക്ഷേ ഹെഡ് വരുമോ ടെയില് വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ടോസിങ് എ കോയിൻ എന്ന് പറയുന്ന ഒരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. ദെൻ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് is a set of all possible outcomes associated with the same random experiment. It is denoted by S. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ കിട്ടാൻ സാധ്യതയുള്ള റിസൾട്ടുകളുടെ സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എസ്. എക്സാമ്പിൾ, ഇൻ ദ എക്സ്പെരിമെന്റ് ഓഫ് ടോസിങ് എ ഡൈ. ഒരു ഡൈ ടോസ് ചെയ്താൽ സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത് കിട്ടാൻ സാധ്യതയുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 ആണ്. ദെൻ എക്സ്പെരിമെന്റ് ഓർ ട്രയൽ. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ആക്ഷൻ വേർ ദ ഔട്ട്കംസ് ആർ ഓൾവേസ് അൺസെർട്ടൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റാൻഡം എക്സ്പെരിമെന്റ് തന്നെ അതിന്റെ റിസൾട്ടുകൾ അൺസെർട്ടൺ ആണെങ്കിൽ ഔട്ട്കംസ് ആർ അൺസെർട്ടൺ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് ഓർ ട്രയൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ടോസിങ് എ കോയിൻ, സെലക്ടിങ് എ കാർഡ് ഫ്രം എ ഡെക്ക് ഓഫ് കാർഡ്സ്, ത്രോയിങ് എ ഡൈസ്. ഇതൊക്കെ എക്സ്പെരിമെന്റ് ഓർ ട്രയൽ ആണ്. ദെൻ ഈവന്റ്. എനി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ഈവന്റ്. സാമ്പിൾ സ്പേസിന്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റിനെയാണ് ഈവന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ത്രോയിങ് എ ഡൈസ് ത്രോസ് ചെയ്താൽ 6 ഫേസിൽ ഏതും വരാം. അത് ഈവന്റ് എന്ന് പറയുന്നത് ഈ 6 ഫേസിന്റെ സബ്സെറ്റാണ്. എ ഈക്വൽ ടു 1, 4, 5 ഒരു ഈവന്റ് ആണ്. എ. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. The set of all outcomes which are in S but not in A is called the complement of A and is denoted by A bar A or A complement. എയ്ക്കകത്തില്ലാത്ത എലമെന്റ് എസ്സിലുള്ളതും സാമ്പിൾ സ്പേസിലുള്ളതും എന്നാൽ എയിൽ ഇല്ലാത്ത എലമെന്റിനെയാണ് നമ്മൾ കോംപ്ലിമെന്റ് ഓഫ് എ എന്ന് പറയുന്നത്. ദെൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ്. 2 events are said to be mutually exclusive or disjoint if the occurrence of one precludes or rule out the simultaneous occurrence of the others.
എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എയിലുള്ള എലമെന്റ് ഒന്നും ബിയിലും ഉണ്ടാവില്ല ആൻഡ് വൈസ് വേഴ്സ. എന്നാൽ എ ആൻഡ് ബി ആർ ഈക്വൽ ടു 0. എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെന്റ് ഒന്നും ഉണ്ടാവില്ല. ദെൻ ഈക്വലി ലൈക്ലി event. Events are said to be equally likely when each event is as likely to occurrence as any other event. ഓരോ ഈവന്റിനും ഈക്വൽ ചാൻസ് ആണെങ്കിൽ ഈക്വലി ലൈക്ലി എന്ന് പറയും. Then exhaustive events. Events A and B are said to be exhaustive events if no event outside this set can result as an outcome of an experiment. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റീവ് ഈവന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പുറത്തുള്ള റിസൾട്ടുകളൊന്നും വരില്ല. എന്നുവെച്ചാൽ ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡും ടെയിലും അല്ലാതെ വേറൊന്നും വരില്ല. ഒരു ഡൈ ടോസ് ചെയ്താൽ 1, 2, 3, 4, 6 വരെയുള്ളത് അല്ലാതെ വേറൊന്നും വരില്ല. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ ബി ഈക്വൽ ടു എസ് ആയിരിക്കും. അതാണ് എ യൂണിയൻ ബി ഈക്വൽ. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ ബി ഈക്വൽ ടു എസ്. എയിലും ബിയിലും ഉള്ളത് മാത്രം എസിലുള്ളത് ഒന്ന് ഐദർ ഇൻ എ ഓർ ഇൻ ബി. Then classical definition of probability. If n represent the total number of equally likely, mutually exclusive and exhaustive outcome of an experiment and m of them are favorable to the happening of the event A, then the probability of happening of the event A is given by probability of A equal to m by n. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാൻഡം എക്സ്പെരിമെന്റിന് n സാമ്പിൾ സ്പേസ് ഉണ്ടാവും. അതിൽ എ എന്ന് പറയുന്ന ഈവന്റിന് ഫേവറബിൾ ആയിട്ടുള്ളത് m ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ദ ഈവന്റ് എ ഈക്വൽ ടു m ബൈ n ആണ്. അതാണ് ടോട്ടൽ സാമ്പിൾ സ്പേസിൽ n മെമ്പേഴ്സ് ആണുള്ളത്. അതിൽ m മെമ്പേഴ്സ് എ എന്ന് പറയുന്ന ഈവന്റിന് ഫേവറബിൾ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഈക്വൽ ടു m ബൈ n. അതാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ പ്രോബിലിറ്റിയുടെ ആക്സിംസ് ഉണ്ട്, 3 ആക്സിംസ്. അല്ലെങ്കിൽ നോട്ട് പ്രോബിലിറ്റി ഓഫ് എ എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ പ്രോബിലിറ്റി ഓഫ് എയും പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റും കൂടെ കൂടിയാൽ 1 കിട്ടും, 1 ആയിരിക്കും. ദെൻ പ്രോബിലിറ്റി ഓഫ് ദ സാമ്പിൾ സ്പേസ് ഈക്വൽ ടു 1. സാമ്പിൾ സ്പേസിന്റെ പ്രോബിലിറ്റി 1 ആയിരിക്കും. That is important. Then additional theorem on probability. Probability of A union B equal to probability of A plus probability of B minus probability of A intersection B. അത് ഓർമ്മയാണ്. ഇതാണ് അഡീഷണൽ തിയറം ഓൺ പ്രോബബിലിറ്റി. ഇത് ഉപയോഗിച്ച് നമ്മൾ കുറേ പ്രോബ്ലം ചെയ്യും. Then independent event. Two events A and B are said to be independent if occurrence of or non-occurrence of one does not affect the probability of the occurrence or non-occurrence of the other. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ എ വന്നു കഴിഞ്ഞാൽ ബി വരാനോ വരാതിരിക്കാനുള്ള സാധ്യതയോ കൂടുതലൊന്നും ഇല്ലെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് എന്ന് പറയും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 balls are drawn from a bag one after other with replacement. അപ്പം ഒരു ബാഗിൽ നിന്ന് 2 ബോള്, ഒരു ബോൾ എടുത്തു കഴിഞ്ഞിട്ട് വേറൊരു ബോൾ എടുക്കുകയാണ്. ആദ്യത്തെ ബോൾ എടുത്തിട്ട് തിരിച്ചിട്ടിട്ടാണ് രണ്ടാമത്തെ ബോൾ എടുക്കുന്നത്. എ എന്ന് പറയുന്നത് ആദ്യത്തെ ബോൾ എടുക്കുന്നതും ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ബോൾ എടുക്കുന്നതാണെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. കാരണം ആദ്യത്തെ ബോൾ എടുക്കുമ്പോൾ അതിനകത്ത് 8 ബോൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ ബോൾ എടുക്കുമ്പോൾ 8 ബോൾ ഉണ്ടാവും അതിൻ്റെ അകത്ത്. അതെടുത്തിട്ട് തിരിച്ചിട്ടിട്ടാണ് രണ്ടാമത്തെ ബോൾ എടുക്കുന്നത്. രണ്ടാമത്തെ ബോൾ എടുക്കാൻ നേരത്തും അതിനകത്ത് 8 ബോൾസ് ഉണ്ടാവും. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വിത്ത് റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എയും ആദ്യം ബോൾ എടുക്കുമ്പോഴും രണ്ടാമത്തെ ബോൾ എടുക്കുന്നതും ഇൻഡിപെൻഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് ഈവൻസ്. ഇഫ് ദ ഒക്കറൻസ് ഓഫ് വൺ ഈവന്റ് affect the probability of the occurrence of the other event, then the event are said to be dependent. ആദ്യത്തെ ഈവന്റും രണ്ടാമത്തെ ഈവന്റും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിപ്പെൻഡന്റ് എന്ന് പറയും. എക്സാമ്പിൾ 2 balls are drawn from a bag one after without replacement. ഇപ്പോൾ ഒരു ബാഗിൽ 8 balls ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യം ഒരു ബോൾ എടുക്കുന്നു, അതിനെയാണ് എ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ആദ്യത്തെ ബോൾ എടുക്കുന്ന ബോളിനെയാണ് എ എന്ന് പറയുന്നത്. അത് തിരിച്ചിടാതെയാണ് രണ്ടാമത്തെ ബോൾ എടുക്കുന്നതാണെങ്കിൽ ബി എന്ന് പറയുന്നതെങ്കിൽ ആദ്യത്തെ ബോൾ എടുക്കാൻ നേരത്ത് ബാഗിൽ 8 balls ഉണ്ടാവും.
അതെടുത്തു കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ബോൾ ബി എടുക്കുമ്പോൾ ഒരു ബോളിന്റെ കുറവുണ്ട്. ബി എന്ന് പറയുന്നത് എയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് റിപ്ലേസ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ എയും ബിയും ഡിപ്പെൻഡന്റ് ആണ്. തിരിച്ചിടുന്നില്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആണ്, തിരിച്ചിടുന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഡി മോർഗൻസ് ലോ. ഈ ഡി മോർഗൻസ് ലോ ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യും. If A and B are two subsets of a universal set, then A union B complement is equal to A complement intersection B complement. ഇവിടെ യൂണിയൻ ആവുമ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ വരും. അതുപോലെ തന്നെ A intersection B complement is equal to A complement യൂണിയൻ B complement. അത് ഓർമ്മയാണ്. ഇതാണ് ഡി മോർഗൻസ് ലോ. ഇത് നമ്മൾ യൂണിയൻ എ യൂണിയൻ, ഇത് നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് എ യൂണിയൻ, ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എ യൂണിയൻ ബി യൂണിയൻ സി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്, ഇങ്ങനെ എഴുതാം. ഇനി ഡി ആയിട്ടാണെങ്കിലും എഴുതാം. അങ്ങനെ n വരെ എഴുതാം. ഓക്കെ. ദെൻ മൾട്ടിപ്ലിക്കേറ്റീവ് തിയറം ഓൺ പ്രോബബിലിറ്റി. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് തിയറം. Probability of A intersection B equal to probability of A into probability of B given A. ഇതിനെ നമ്മൾ ബി ഗിവൺ എ എന്നാ പറയുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയാം. ഒന്നുകൂടെ പറയാം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എയും ബിയും ഒരേ സമയം സംഭവിക്കാനുള്ള സാധ്യത സമം പ്രോബബിലിറ്റി ഓഫ് എ സംഭവിക്കാനുള്ള സാധ്യത ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ സംഭവിച്ചു കഴിഞ്ഞാൽ ബി സംഭവിക്കാനുള്ള സാധ്യത. അത് തന്നെയായിരിക്കും പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി സംഭവിക്കാനുള്ള സാധ്യത ഇൻറ്റു ബി സംഭവിച്ചു കഴിഞ്ഞാൽ എ സംഭവിക്കാനുള്ള സാധ്യത. അതാണ് എയും ബിയും സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എ സംഭവിക്കാനുള്ള സാധ്യത ഇൻറ്റു എ സംഭവിച്ചു കഴിഞ്ഞാൽ ബി സംഭവിക്കാനുള്ള സാധ്യത. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സംഭവിക്കാനുള്ള സാധ്യത ഇൻറ്റു ബി സംഭവിച്ചു കഴിഞ്ഞാൽ എ സംഭവിക്കാനുള്ള സാധ്യത. ഇത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ മീൻസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയും. ഇതാണ് ബി പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് കോൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഓക്കെ. ഇത് നമ്മൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് തിയറം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഇത് ഓർമ്മ വേണം. അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഈ രണ്ട് ഫോർമുലയും ഓർമ്മ വേണം. ഇനി ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്, then probability of A intersection B equal to probability of A into probability of B. അതും ഓർമ്മ വേണം. Then odds in favor or odds in against. The odds in favor of the event are the ratio of the probability that will happen, the probability that will not happen. അതാണ് സംഭവിക്കുകയും റേഷ്യോ ആണ്. If P is the probability of the event, then the probability of against the event 1 minus P. And odd in favor of the event എന്ന് പറഞ്ഞാൽ P divided by 1 minus P ആണ്. P divided by ഇതാണ് odd in favor of the event എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P probability of divided by 1 minus അതിന്റെ കോംപ്ലിമെന്റ്. ഇനി the odds against the event are inverse ratio of the odds in favor of the event. ഇത് തിരിച്ചിട്ടാൽ ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഓഡ് അഗൻസ്റ്റ് ദ ഈവന്റ് എന്ന് പറയുന്നത്. ഓഡ് അഗൻസ്റ്റ് ദ ഈവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ്സ് ഇൻ ഫേവറിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഈവന്റ് പി ഡിവൈഡ് ബൈ 1 മൈനസ് പിയും ഓഡ് അഗൻസ്റ്റ് ദ ഈവന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻവേഴ്സ് 1 മൈനസ് പി ഡിവൈഡ് ബൈ പിയുമാണ്. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുകയാണ്. ഓക്കെ. ദെൻ എക്സാമ്പിൾ 1. എ ബാഗ് കണ്ടെയ്ൻ 5 റെഡ് ബോൾസ് and 4 black balls and 3 white balls. 2 balls are drawn one after other without replacement. What is the probability that both are white? Both are white ആണ്. അപ്പോൾ എത്ര വൈറ്റ് ബോൾ ഉണ്ട്? 3 വൈറ്റ് ബോൾ. ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 5 + 4 + 3 12. അപ്പോൾ ആദ്യത്തെ ബോൾ എടുക്കാൻ നേരത്ത് 3 വൈറ്റ് ബോൾ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ വൈറ്റ് ആകാനുള്ള സാധ്യത എത്രയാ? 3/12. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് വൈറ്റ് ആണ് അതിൽ. അപ്പോൾ ആദ്യത്തെ വൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര വൈറ്റ് ഉണ്ട്? പിന്നെ 2 വൈറ്റേ ഉള്ളൂ. എത്ര ബോൾ ഉണ്ട്? 11 വൈറ്റ്, 11 ബോൾസ്. അപ്പോൾ രണ്ടാമത്തെ വൈറ്റ് ആകാനുള്ള സാധ്യത ഇതും ഒന്ന് കുറയും, ഇതും ഒന്ന് കുറയും.
2/11 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/22. ഇതാണ് രണ്ടും ബോത്ത് ആർ വൈറ്റ് 1/22 ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ തരത്തിൽ ചെയ്യാം. ഇത് എത്ര ബോൾ ഉണ്ട്? ഒട്ടാകെ 12 ബോളാണ്. 12 ബോളിൽ നിന്ന് 2 ബോൾ എത്ര തരത്തിലെടുക്കാം? താഴെ 12C2 ഡിഫറെൻറ്റ് ടൈപ്സിൽ 2 ബോൾ എടുക്കാം. ആ രണ്ടും വൈറ്റിൽ നിന്ന് വരണം. ആ രണ്ടും വൈറ്റിൽ നിന്ന് എത്ര വൈറ്റിൽ നിന്ന് 2 വൈറ്റ് വരണ്ടേ? 3 വൈറ്റിൽ നിന്ന് 2 വൈറ്റ്. അപ്പോൾ 3C2 ഡിവൈഡ് ബൈ 12C2 ആയാലും കണ്ടാൽ മതി. അതും ഇത് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ചോദിക്കുവാൻ ഇത് മൂന്നും റെഡ് ആകാനുള്ള സാധ്യതയാണെങ്കിലോ താഴെ 12C2 തന്നെ എഴുതുക. മുകളിൽ റെഡ് ആകാനുള്ള സാധ്യത രണ്ടും റെഡ് ആയിരിക്കണം. അപ്പോൾ 5ൽ നിന്നാണ് വരണ്ടേ. അപ്പോൾ മുകളിൽ എഴുതേണ്ടത് എത്രയാ? 5C2. ഇനി രണ്ടും ബ്ലാക്ക് ആകാനുള്ള സാധ്യതയാണെങ്കിലോ 4 ബ്ലാക്ക് എന്നാണ്. അപ്പോൾ മുകളിൽ എഴുതേണ്ടത് 4C2 ആയിരിക്കും. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇനി നമ്മൾ രണ്ടാമത്തത് ചോദ്യം ഇതാ, രണ്ടും ഒരേ കളറാകാനുള്ള സാധ്യതയാണ്. പ്രോബിലിറ്റി ഓഫ് ബോത്ത് ആർ സെയിം കളർ. ബോത്ത് ആർ സെയിം കളർ എന്ന് പറഞ്ഞാൽ എന്താ? ബോത്ത് ആർ റെഡ്. ബോത്ത് ആർ റെഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? ബോത്ത് ആർ റെഡ് എന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ പറഞ്ഞു 12C2, മുകളിൽ എത്രയാ? രണ്ടും റെഡ് ആകാനുള്ള സാധ്യത 5C2 ആണ്. അതാണ് 5C2 ഡിവൈഡ് ബൈ 12C2. അതാണിത്. ഇനി ബോത്ത് ആർ റെഡ് അല്ലെങ്കിൽ ബോത്ത് ആർ ബ്ലാക്ക്, രണ്ടും ബ്ലാക്ക് ആയിരിക്കണം. രണ്ടും ബ്ലാക്ക് ആകാനുള്ള സാധ്യത എത്രയാ? 4ൽ നിന്നാണ്. 4C2 ഡിവൈഡ് ബൈ 12C2 ആണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. അത് ചെയ്ത് കഴിഞ്ഞാൽ 1/11 കിട്ടും. അടുത്തത് ബോത്ത് ആർ വൈറ്റ്. ബോത്ത് ആർ വൈറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇത് തന്നെ. അപ്പം ബോത്ത് ആർ സെയിം കളർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബോത്ത് ആർ റെഡ് അല്ലെങ്കിൽ ബോത്ത് ആർ ബ്ലാക്ക് അല്ലെങ്കിൽ ബോത്ത് ആർ വൈറ്റ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 9/66 കിട്ടും. 19/66. അല്ലെങ്കിൽ ഇങ്ങനെയും കാണാം. ഇതെന്തായിരിക്കും? ഇത് ബോത്ത് ആർ റെഡ്, ഇത് ബോത്ത് ആർ ബ്ലാക്ക്, ഇത് ബോത്ത് ആർ വൈറ്റ്. ഓക്കെ. ഇനി ബോത്ത് ആർ ഡിഫറെന്റ് കളർ, രണ്ടും ഡിഫറെന്റ് കളർ ആകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബിലിറ്റിയിൽ രണ്ടും ഒരേ കളർ ആകാനുള്ള സാധ്യത കുറയ്ക്കുക. അപ്പോൾ 1 - 19/16 ദാറ്റ് ഈസ് ഈക്വൽ ടു 47/66. അതാണ്. അത് നിങ്ങൾ ഓർമ്മ വേണം. ഓക്കെ. ദെൻ അവിടെ നമ്മൾ ബോള് തിരിച്ചിടാതെയാണ്. ഇനി ഇതെന്താ? ഇത് എക്സാമ്പിൾ 2. ഇതുമായിട്ട് അവിടുത്തെ ബോള് തിരിച്ചിടുന്നില്ല, ഡിപ്പെൻഡന്റ് ആണ്. ഇവിടെ A bag containing 5 red balls, 4 black balls and 3 white balls. 2 balls are drawn one after the other with replacement. തിരിച്ചിടുന്നുണ്ട്. What is the probability that? തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തേതായിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. ബോത്ത് ആർ വൈറ്റ്. ആദ്യത്തെ ബോത്ത് എത്ര വൈറ്റ് ഉണ്ട്? 3 വൈറ്റ്. ആകെ എത്ര ബോളാ? 12 ബോളിൽ 3 വൈറ്റ്. ആദ്യത്തെ വൈറ്റ് ആകാനുള്ള സാധ്യത 3/12. തിരിച്ചിടുന്നുണ്ട്. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ വൈറ്റ് ആകാനുള്ള സാധ്യത 3/12. അപ്പോൾ രണ്ടും വൈറ്റ് ആകാനുള്ള സാധ്യത 3/12 × 3/12 9/144. അതാണ്. ഇനി ബോത്ത് ആർ സെയിം കളർ. അപ്പോൾ എന്താ? ബോത്ത് ആർ റെഡ്. എത്ര റെഡ് ഉണ്ട്? 5 റെഡ്. ആദ്യത്തെ റെഡ് ആകാനുള്ള സാധ്യത എത്രയാ? 5/12. രണ്ടാമത്തെ വൈറ്റ് ആകാനുള്ള സാധ്യത റെഡ് ആകാനുള്ള സാധ്യത 5/12. രണ്ടും വൈറ്റ് റെഡ് ആകാനുള്ള സാധ്യത 25/144. രണ്ടും ബ്ലാക്ക് ആകാനുള്ള സാധ്യത 4/12 × 4/12 ദാറ്റ് ഈസ് 16/144. രണ്ടും വൈറ്റ് ആകാനുള്ള സാധ്യത 9/144 ദാറ്റ് ഈസ് ഈക്വൽ ടു 50/144. ഇനി ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ആർ ഡിഫറെന്റ് കളർ. ടോട്ടൽ പ്രോബിലിറ്റിയിൽ 1ൽ നിന്നും ബോത്ത് ആർ സെയിം കളർ കുറച്ചാൽ മതി. 1 - 50/144 ദാറ്റ് ഈസ് ഈക്വൽ ടു 94/144. യെസ്. ദെൻ എക്സാമ്പിൾ നമ്പർ 3. എ കോയിൻ ഈസ് tossed 3 times. What is the probability that 3 head, 2 head, 1 head, 0 head, at least 1 head, at most 1 head? ഇത് ഗേറ്റ് 2017 ME മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ചോദിച്ചതാണ്. അത് ഈ അഞ്ചാമത്തത് ഇതാണ് ചോദിച്ചത്, 5th പാർട്ട്. അപ്പോൾ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്താൽ 3 8 ഹെഡ് HHH, അല്ലെങ്കിൽ അവസാനത്തെ T, അല്ലെങ്കിൽ നടുക്കത്തെ T, അല്ലെങ്കിൽ ആദ്യത്തെ T, അല്ലെങ്കിൽ 3 ടൈല്, അവസാനത്തെ H, അല്ലെങ്കിൽ നടുക്കത്തെ H, ആദ്യത്തെ H, അങ്ങനെ. അല്ലെങ്കിൽ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്താൽ 8 സാമ്പിൾ സ്പേസിൽ 8 മെമ്പർ ഉണ്ടാവും. 2/3 ദാറ്റ് ഈസ് 8 മെമ്പേഴ്സ് ഉണ്ടാവും. 4 ടൈംസ് ആണ് കോയിൻ ടോസ് ചെയ്തെങ്കിലോ 2/4 16 മെമ്പേഴ്സ് ഉണ്ടാവും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇതിൽ ഓരോന്നോരോന്ന് നോക്കി സാമ്പിൾ സ്പേസ് എഴുതിയിട്ട് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലത്തിന് എളുപ്പം. ചെറുതാണെങ്കിൽ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസ് എഴുതിക്കൊള്ളുക. 4 അതിലധികമോ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ മെത്തേഡ് ചെയ്യും. ഇതിൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്.
ഇനി പ്രോബബിലിറ്റി ഓഫ് 3, അപ്പോൾ ടോട്ടൽ സാമ്പിൾ സ്പേസ് എത്രയാണ്? ടോട്ടൽ സാമ്പിൾ സ്പേസിൽ 8 മെമ്പേഴ്സ് ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് 3 ഹെഡ് വരുന്നത് എത്രയാണ്? ഒരെണ്ണം മാത്രം, 1/8. പ്രോബബിലിറ്റി ഓഫ് 2 ഹെഡ് വരുന്നത് എത്രയാണ്? 2 ഹെഡ് വരുന്നത് 3 എണ്ണം, ഇതാണ് 3/8. ദെൻ പ്രോബബിലിറ്റി ഓഫ് 1 ഹെഡ്, ഒരു ഹെഡ് വരുന്നത് എത്രയെണ്ണം ഉണ്ട്? 3 എണ്ണം, ഇത് 3 എണ്ണം, 3/8. ദെൻ പ്രോബബിലിറ്റി ഓഫ് 3 ഹെഡ്, 3 ഹെഡ് വരുന്നത് എത്രയെണ്ണം ഉണ്ട്? അത് 1/8. സോറി, 3 ഹെഡ്, ഇത് 0 ഹെഡാണ് കേട്ടോ, സോറി 0 ഹെഡാണ്. ഇവിടെ 0 ഹെഡ് എന്ന് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. 0 ഹെഡ് ആയിട്ടുള്ള എത്രയുണ്ട്? അത് 3 ടൈലാണ്, അത് 1/8. ഇനി ചോദിച്ചിരിക്കുന്നത്, അത് നിങ്ങൾ മാറിപ്പോകരുത്, ഇനിത്തെ ചോദ്യം പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡെങ്കിലും ഏതാണ്? ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള സാധ്യത. ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള സാധ്യത എന്ന് വെച്ചാൽ 1 ഹെഡോ 2 ഹെഡോ 3 ഹെഡോ ആകാം. അപ്പോൾ ഇത് ഒഴിച്ച് ബാക്കിയുള്ളത് ഇതെല്ലാം 1 ഹെഡാണ്, ഇതെല്ലാം 2 ഹെഡാണ്, ഇതെല്ലാം 3 ഹെഡാണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/8 ആണ്. ഇതൊഴികെ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. ഇനി പ്രോബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 1 ഹെഡ്, മാക്സിമം 1 ഹെഡ് വരെ, ഒരു ഹെഡിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ 3 ഹെഡ് ഉണ്ടാകാൻ പാടില്ല. ഇത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ അതെത്രയായി? അറ്റ്മോസ്റ്റ് 1 ഹെഡ്, മാക്സിമം 1 ഹെഡ് വരെ. മാക്സിമം 2 ഹെഡും പാടില്ല, മാക്സിമം 1 ഹെഡ് വരെ. അപ്പോൾ ഒന്നുകിൽ 0 ഹെഡ് അല്ലെങ്കിൽ 1 ഹെഡ്. അപ്പോൾ 4/8 അതാണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ 4 is an important problem. 2 dice are thrown and the sum of the numbers which come up on the dice is noted. Find the probability that the sum is. ഇതാണ് ഒരു ഡൈ, 2 ഡൈ ഒന്നിച്ച്, 2 ഡൈസ് ആർ ത്രോൺ, 2 ഡൈ ഒന്നിച്ച് ടോസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മിൻ്റെ പ്രോബബിലിറ്റിയാണ് എഴുതാൻ പോകുന്നത്. സമ്മിൻ്റെ പ്രോബബിലിറ്റിയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. സമ്മ് 2 ആകാനുള്ള പ്രോബബിലിറ്റി. ആകെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 6 × 6 36 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ സമ്മ് 2 ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാ? ഇത് ഒരെണ്ണേ ഉള്ളൂ. അപ്പം സമ്മ് 2 ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1. അതാണ് സമ്മ് 2 ആകാനുള്ള പ്രോബബിലിറ്റി ഒരെണ്ണം മാത്രമേ ഉള്ളൂ, 1/36. ഇനി സമ്മ് 3 ആകാനുള്ള പ്രോബബിലിറ്റി ഇത് രണ്ടുമാണ്. ഇതിന് രണ്ടും സമ്മ് 3 ആണ്. അതിനുള്ള പ്രോബബിലിറ്റി എത്രയാ? 2/36. ദെൻ സമ്മ് 4 ആകാനുള്ള പ്രോബബിലിറ്റി ഇത് 3 എണ്ണമാണ്, 3/36. ഇനി സമ്മ് 5 ആകാനുള്ള പ്രോബബിലിറ്റി ഇത് 4 എണ്ണമാണ്, 4/36. ഇനി സമ്മ് 6 ആകാനുള്ള പ്രോബബിലിറ്റി ഇത് 5 എണ്ണമാണ്, 5/36. ഇനി സമ്മ് 7 ഡയഗണലാണ്, ഏറ്റവും വലുത് ഇത് നോക്കണം, 6/36. ഇനി കുറയുവാണ്. സമ്മ് 8 ആകാനുള്ള പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 5 ഉള്ളൂ, 5/36. ദെൻ സമ്മ് 9 ആകാനുള്ള പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 4/36. സമ്മ് 10 ആകാനുള്ള പ്രോബബിലിറ്റി 3/36. സമ്മ് 11 ആകാനുള്ള പ്രോബബിലിറ്റി 2/36. സമ്മ് 12 ആകാനുള്ള പ്രോബബിലിറ്റി 1/36. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, 2ഉം 12ഉം ഒന്ന് തന്നെ, 3ഉം 11ഉം ഒന്ന് തന്നെ, 4ഉം 10ഉം ഒന്ന് തന്നെ, 5ഉം 9ഉം ഒന്ന് തന്നെ, 6ഉം 8ഉം ഒന്ന് തന്നെ, 7 ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. അത് നിങ്ങൾ ഓർമ്മ വേണം. ദെൻ ഇനി നമ്മൾ ഓരോ ചോദ്യത്തിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഓരോ ചോദ്യത്തിൻ്റെ ആൻസർ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് ദ സം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 3യുടെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ? 3, 6, 9, 12. 3യുടെ മൾട്ടിപ്പിൾ ആണുള്ളത്. 3 ആകാനുള്ള സാധ്യത 2/36. 6 ആകാനുള്ള പ്രോബബിലിറ്റിയോ 5/36. 9 ആകാനുള്ള പ്രോബബിലിറ്റിയോ 4/36. 12 ആകാനുള്ള സാധ്യതയോ 1/36. അപ്പോൾ സം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആകാനുള്ള സാധ്യത 12/36 ആണ്. അത് വേണം, ഓർമ്മ വേണം. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ഇതെല്ലാം നമ്മൾ 5-6 എണ്ണം ഒരുമിച്ച് ചെയ്യുകയാണ്. ഇനി സം ഈസ് ലെസ് ദാൻ 4, 4ൽ താഴെയാകാനുള്ളത്, 4ൽ താഴെയുള്ളതാകുന്നത് 2ഉം 3ഉം. അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാ? 1 and 1 + 2, 3/36. ദെൻ സം ഈസ് ഈവൺ. അടുത്തത് സം ഈസ് ഈവൺ ആണ്. ഈവൺ ആകാനുള്ള സാധ്യത, സമ്മ് ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത. സമ്മ് ഇരട്ടയായിട്ടുള്ളതൊക്കെ എത്രയുണ്ട്? 2, 4, 6, 8, 10, 12. ഇത് നേരെ പകുതി ഉണ്ടാവും.
ഇതാ നോക്കിയോ, അല്ലെങ്കിൽ 1 1 3 1 4 4 5 4 9 9 5 14 14 3 17 17 1 18 18/36. ദെൻ അടുത്ത് സം ഗ്രേറ്റർ ദാൻ 10, സം ഈസ് ഗ്രേറ്റർ ദാൻ 10, 10ൽ കൂടുതലായിട്ടുള്ള എത്രയുണ്ട്? 2ഉം 3ഉം 2ഉം 1, ദാറ്റ് ഈസ് 3/36. ദെൻ പ്രോബിലിറ്റി ഓഫ് 4 ഈസ് അപ്പിയർഡ് വൺസ് ഗിവൺ ദ സം ഈസ് 6. സം 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് സം 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 ഈസ് അപ്പിയർഡ് 1. സം 6 ആണെങ്കിൽ സം 6 ആണ്, ഇതാണ് സം 6 ആയിട്ടുള്ളത്. സം 6 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 ഒരു പ്രാവശ്യം വരാനുള്ള സം 6 ആയിട്ടുള്ളത് എത്രയാണ്? 5. അങ്ങനെയാണെങ്കിൽ 4 ഈസ് അപ്പിയർഡ് 1. 4 ഒരു പ്രാവശ്യം വരാനുള്ള സാധ്യത ഇതാ 1 2. അപ്പൊ 2 അതാണ് 2/6 2/5. സം 6 ആയിട്ടുള്ളത് 5 ഉണ്ട്, അതിൽ 4 വരുന്ന എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം, 2/5. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് എ ഈസ് ദ ഈവൻ ദാറ്റ് ദ ഓഡ് നമ്പർ ഇൻ ദ ഫസ്റ്റ് ടോസ്. odd number in the first row. A is the even that odd number on the first row. B is the even number in the second row. അതാണ് ഓഡ് ആദ്യത്തെ ടോസിങ്ങിൽ ഓടും രണ്ടാമത്തെ ടോസിങ്ങിൽ ഈവനുമായിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ടോസിങ്ങിൽ ഓട് വരുന്ന എത്രയാണ് ഉണ്ട്? ആദ്യത്തെ ടോസിങ്ങിൽ ഓട് വരുന്നത് ഇതെല്ലാം ആദ്യത്തെ ടോസിങ്ങിൽ ഓട് വരുന്നതാണ്. ഇതെല്ലാം ആദ്യത്തെ ടോസിങ്ങിൽ ഓട് വരുന്നതാണ്. അപ്പോൾ എത്രയാണ് ഉണ്ട്? 18 ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ടോസിങ്ങിൽ ഓടി വരാനുള്ള സാധ്യത എത്രയാ? 18/36, ദാറ്റ് ഈസ് 1/2. ഇനി ബി ഈസ് ദ ഈവൻ നമ്പർ ഇൻ ദ സെക്കൻഡ് ടോ. സെക്കൻഡ് ടോസിൽ ഈവൻ ആകാനുള്ള സാധ്യത എത്രയുണ്ട്? ഇത് സെക്കൻഡ് ടോസിൽ ഈവൻ്റ് ആകാനുള്ളത്. ഫസ്റ്റ് ടോസിങ്ങിൽ ഓടായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടോസിങ്ങിൽ ഓടായിട്ടുള്ളത് നമ്മൾ കണ്ടു. ഇനി സെക്കൻഡ് ഡോസിൽ ഈവൻ ആയിട്ടുള്ളതാണ്. സെക്കൻഡ് ഡോസിൽ ഈവൺ ആയിട്ടുള്ളത് അത് ഏതൊക്കെയാണ്? സെക്കൻഡ് ഡോസിൽ ഈവൺ ആയിട്ടുള്ളത് കാണണം. സെക്കൻഡ് ഡോസിൽ ഈവൺ ആയിട്ടുള്ളത്, രണ്ടാമത്തെ ഡോസിൽ ഈവൺ ആയിട്ടുള്ളത് ഇതെന്ന്. അപ്പോൾ സെക്കൻഡ് ഡോസിൽ ഈവൺ ആയിട്ടുള്ളത് എത്രയാണ്? 18. അപ്പോൾ സെക്കൻഡ് ഡോസിൽ ഈവൺ ആകാനുള്ള സാധ്യത 18/36, ദാറ്റ് ഈസ് ഓൾസോ 1/2. അപ്പോൾ ആണ് എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ 1/2 ആണ്, പ്രോബിലിറ്റി ഓഫ് ബി 1/2 ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ്. ചെക്ക് ഇൻഡിപെൻഡൻസ് ഓഫ് ദ ഈവന്റ് എ ആൻഡ് ബി. എയും ബിയും ഇതാണ് നമ്മൾ നോക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഓഡ് നമ്പർ ഓൺ ദ ഫസ്റ്റ് റോ ആൻഡ് ഈവൺ നമ്പർ ഇൻ ദ സെക്കൻഡ് റോ. ഫസ്റ്റിൽ ഓടായിരിക്കണം, സെക്കൻഡിൽ ഈവൺ ആയിരിക്കണം. അങ്ങനെ എത്രയുണ്ട്? ഫസ്റ്റിൽ ഓടായിരിക്കണം, സെക്കൻഡിൽ ഈവൺ ആയിരിക്കണം. അതാണ് അത് ഏതൊക്കെയാ? 1 ഫസ്റ്റിൽ ഓട്, സെക്കൻഡിൽ ഈവൺ. 2 3 4 5 6 9 7 9/36 ആണ്. 9/36 ആണ്. ഓക്കെ, 9/36 ആണ്. 9/36 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ആദ്യത്തേൽ പ്രോബിലിറ്റി ഓൺ ഓഡ് നമ്പർ ഓൺ ദ ഫസ്റ്റ് ടോസ് ത്രോ ആൻഡ് ഈവൺ ഇൻ ദ സെക്കൻഡ് ത്രോ എന്ന് പറയുന്നത് 9/36 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 1/4 ആണ്. പ്രോബിലിറ്റി ഓഫ് എ എത്രയാ? 1/2. പ്രോബിലിറ്റി ഓഫ് ബി എത്രയാ? 1/2. അപ്പോൾ എന്താ? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 1/4 ആണ്. that is equal to 1/2 into 1/2. That is probability of A into probability of B. അതുകൊണ്ട് എന്താ? probability of A intersection B is equal to probability of A into probability of B. അതുകൊണ്ട് എന്താ? A and B are independent. That is very important.